ഹായ് ഹലോ, ഞാൻ ജസ്ന. വെൽക്കം ബാക്ക് ടു ലെസിറ്റ്ലി മോണ്ട്. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിന് തൃശ്ശൂരിൽ ഇവിടെ മുട്ടപ്പത്തിരി എന്ന് പറയും, ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ഓട്ടട എന്ന് പറയും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. കുറച്ച് നാളികേരപ്പാലും ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പോളം നമുക്ക് അരിപ്പൊടി വേണം ആദ്യം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് ഒരു 2 കപ്പോളം മൈദപ്പൊടിയും കൂടെ ചേർക്കണം. മൈദപ്പൊടി മാത്രം ഉപയോഗിച്ചും അതുപോലെ തന്നെ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു അളവിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ഇതൊരു 3-4 പാർട്ടായിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം വെള്ളം ഒഴിക്കുക, പിന്നെ മിക്സ് ചെയ്യുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ടയും കൂടെ നല്ലപോലെ ഈ ബാറ്ററായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഈ മുട്ടത്തോട് പെട്ടെന്ന് കളയണ്ട. നമുക്കിത് വെച്ച് ചെറിയൊരു ടിപ്പുണ്ട്, സോ കീപ് ഇറ്റ് അസൈഡ്. മുട്ടയൊക്കെ നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിനെ നമുക്കൊന്ന് 5 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് മൺചട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം നേരത്തെ ഞാൻ മുട്ടത്തോട് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ടിപ്പാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ഈ മുട്ടത്തോടിൽ ബാക്കി വരുന്ന ആ ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ചട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പം ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടപ്പത്തിരി എടുക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഒട്ടും തന്നെ സ്റ്റിക്കാവാതെ നമുക്ക് എടുക്കാൻ പറ്റും. എനിക്ക് ടിപ്പ് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഇത്തയാണ്. അപ്പം ഞാനിത് എഗ് വൈറ്റൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ നല്ലപോലെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക്. ഒട്ടും തന്നെ കെട്ടാതെ നല്ല സ്മൂത്ത് ബാറ്റർ ആവണം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനൊരു തവി ഫുള്ള് മാവെടുത്തിട്ട് ഇതിൽ കൊഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ച് കൊടുത്തപ്പോഴേക്കും നല്ലപോലെ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ഒരിക്കലും സിമ്മിലിടരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം എപ്പോഴും ഇരിക്കാൻ. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാമെന്നല്ലാതെ ഒട്ടും സിമ്മിലേക്ക് ഇടരുത്. അപ്പോൾ നമുക്ക് ഈ ഹോൾസ് ഒന്നും വരില്ല. അതുപോലെ തന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു പാട പോലെ വരും. അപ്പോൾ ഇതേ എല്ലാ ഭാഗത്തും നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണിത്. എല്ലാ ഭാഗത്തും ഇതുപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളിതിൽ 2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.